ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയൊക്കെയുള്ള ഒരു ദിവസമാണ് കേട്ടോ. ആകാശം മൊത്തം മഴക്കോളായിട്ട് നിൽക്കുകയാണ്. ഏത് നിമിഷവും മഴ പെയ്യും. പ്രകൃതി എപ്പോഴും അങ്ങനെയാണ്. നമ്മളിന്ന് സന്തോഷിപ്പിക്കുകയും ഒപ്പം നമ്മളിന്ന് ദുഃഖിപ്പിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ കുറച്ച് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വിളവെടുപ്പൊക്കെയാണ് കേട്ടോ. അടുക്കളത്തോട്ടം വലിയതായിട്ടൊന്നുമില്ല എങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിനും ചുറ്റുമൊക്കെ നമ്മൾ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ. കാക്കയിട്ട ആൾക്ക് എന്താ ഈ അടുക്കളത്തോട്ടത്തിൽ കാര്യം ചോദിച്ചാൽ കാര്യമുണ്ട് കേട്ടോ. ആളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ സൈഡിൽ പോയവരതൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ വെള്ളം എടുക്കുമ്പോൾ ആൾ തന്നെ വരണമല്ലോ. ഇപ്രാവശ്യം മഴ ആയതുകൊണ്ട് നമ്മുടെ പയറെല്ലാം അങ്ങ് ഇതായിപ്പോയി. അതിൻ്റെ ഒരു വിഷമമുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനുള്ളത് ധാരാളമായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നു. നല്ലതല്ലേ? മറ്റ് വിഷമങ്ങളൊന്നും ചേർക്കാത്ത ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള കൃഷിയല്ലേ. നമ്മൾ വേറെ ഒന്നും വേണ്ട. പച്ചമുളകോ ഒരു കരിയാപ്പ് തന്നെ ആയാലും നമുക്കത് മതി. കാരണം നമ്മുടെ വീട്ടമ്മമാർക്ക് എന്താ പറയുക, ഒഴിവാക്കി കൂടാൻ പറ്റാത്തൊരു പ്രത്യേക നമ്മുടെ ഒരു സൂത്രവിദ്യം തന്നെ പറയും കരിയാപ്പിലയിൽ. കരിയാപ്പില ഇട്ട് കഴിഞ്ഞാൽ ആളിച്ചിരിയെങ്കിലും ആളിൻ്റെ ഗുണം ഭയങ്കരമാണ്. അപ്പോൾ ഒരു കരിയാപ്പെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് എല്ലാവരുടെയും മുറ്റത്ത് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പിന്നെ ചേട്ടൻ പയറെല്ലാം പറിക്കുക. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യമൊക്കെ പറയും. കാരണം ആൾ ഓട്ടം പോയിട്ട് രാവിലെയും ഓട്ടം ഉണ്ടായിരുന്നു. ഓട്ടം പോയിട്ട് കഴിക്കാൻ വന്ന സമയത്താണ് ഇതെല്ലാം ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാണെങ്കിൽ പയർ എല്ലാം പോയതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. കാരണം നേരത്തെ ഇതിന് മുമ്പിട്ടതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്നും എല്ലാ ദിവസവും പയറെടുക്കാൻ വേണ്ടി അന്ന് മൊത്തം ഇതായിരുന്നു. പയർ മെഴുക്കുവരട്ടി, പയർ തോരൻ, പയറും കൊണ്ട് എന്തൊക്കെ വെക്കാൻ പറ്റുമോ അതെല്ലാമായിരുന്നു. അതുപോലെ നമുക്ക് ഡെയിലി പയർ കിട്ടുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ അത്ര ഒരു ഇതായില്ല. കാലാവസ്ഥയുടെയും മഴയുടെ ഒക്കെ കൊണ്ട്. ഈ പൂ കണ്ട് നല്ല ഭംഗിയല്ലേ ഈ പൂ കാണാൻ. ഇവിടെ ഇങ്ങനെ കേട്ടോ ഒത്തിരി ഭംഗിയുള്ള ഒത്തിരി കാട്ടുപൂക്കളും ഒക്കെ ഉള്ള ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഈ സമയം ഇതുങ്ങളെല്ലാം ഇങ്ങനെ പൂവിട്ട് വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ രണ്ടുപേരും കാണാതായപ്പോഴത്തേക്ക് ഒരാളവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് സ്കൂൾ അവധി ആയതുകൊണ്ട് അങ്ങ് പോകണ്ടല്ലോ. അങ്ങനെ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എവിടെയാണെന്നറിയാം. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളെത്തി ഈ സൈഡിൽ നിൽപ്പുണ്ട്. വീഡിയോ കാണുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോളൂ ആളാരാണ്. നമ്മൾ കടയിൽ നിന്ന് ഒരു നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മൾ പയർ തോരൻ വെക്കുന്നതിൻ്റെ ആ ഒരു രുചി നമ്മൾ സ്വന്തമായിട്ട് ജൈവവളം മാത്രം വിട്ട് നമ്മൾ തോരൻ വെക്കുന്നതിൻ്റെ രുചി ഉണ്ടല്ലോ. അത് എന്തിൻ്റെയാണെന്ന് പറഞ്ഞാലും, അതിപ്പോൾ ഒരു തക്കാളി ആകട്ടെ ഒരു വെണ്ടയ്ക്കയാകട്ടെ എന്താണെന്ന് പറഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മൾ സ്വയം അതിൻ്റെ രുചിയാണ്. അതാണ് രുചി. ചീര ഞാനൊന്ന് നോക്കി വെച്ചേ. ഇന്ന് പയറാണെങ്കിൽ നാളെ ചീര. പച്ചച്ചീര ഉണ്ടായിരുന്നു, ചുമന്ന ചീര ഉണ്ടായിരുന്നു. ചുമന്ന ചീര എല്ലാം എടുത്ത് മാറ്റേണ്ടോ ഞാൻ പറഞ്ഞില്ല വരുമെന്ന്. കറങ്ങി തിരിഞ്ഞെത്തിയിട്ടുണ്ട്. പഠിക്കാൻ ഇങ്ങനെ കൊടുത്തത് അവിടുന്ന് കാണാൻ ഞാൻ ഇങ്ങനെ ചാടണമെന്ന് നോക്കി ഇരുന്നപ്പോഴാണ് ചാടി ഇങ്ങനെ വന്നത്. ഹോംവർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് ഇങ്ങനെ തലയാട്ടുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള പയറെല്ലാം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പയർ തോരൻ വെക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും എരിവ് വേണ്ടേ. അപ്പം നമ്മൾ പച്ചമുളകും നിൽപ്പുണ്ട്. പക്ഷെ നമ്മളിന്ന് പച്ചമുളകല്ല എടുക്കുന്നത്. പകരം നമ്മൾ വെള്ളക്കാന്തേരയാണ് എടുക്കുന്നത് കേട്ടോ. വെള്ളക്കാന്തേര എല്ലാം ഇങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അതെല്ലാം പിന്നെ ചേട്ടൻ ഇങ്ങനെ പറിച്ച് എടുക്കുവാണ്. അങ്ങനെ തോരൻ വെക്കാനുള്ള വെള്ളക്കാന്താരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉണ്ടമുളകായിട്ടാണ് ഇഷ്ടം. ഉണ്ടമുളക് തോരൻ വെച്ച് നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ഉണ്ടമുളകും അത് ഉണക്കമീനുണ്ടല്ലോ, ഉണക്കമീൻ വറുത്ത് ഇച്ചിരി തേങ്ങയും ഇച്ചിരി ഏറെ സവാളയും അല്ലെങ്കിൽ കൊച്ചുള്ളിയൊക്കെ ഇട്ടൊന്ന് തോരൻ വെച്ച് കൂട്ടണം. നമുക്ക് ചോറ് കഴിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. അത് അടിപൊളി അടിപൊളി ടേസ്റ്റാണ് മക്കളെ. അതൊന്ന് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണ്ടമുളക് എടുക്കാനുണ്ടോയെന്ന് പക്ഷേ ഉണ്ടമുളകായിട്ടില്ല. ഇച്ചിരി കൂടെ കാണും, 2-3 എണ്ണമൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കുക വേറെ ഉണ്ടമുളക് ഇച്ചിരി ഏറെ ഉണ്ടെങ്കിൽ എന്നാൽ അത് എടുക്കാമെന്ന് ഓർത്തിരുന്നു. അപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ നിൽക്കട്ടെ. ഉണക്കമീൻ എന്തായാലും നമ്മുടെ ഈ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോരൻ വെക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം പിന്നെ തോരൻ വെക്കാൻ ഞാൻ പറഞ്ഞ കരിയാപ്പില വേണമെന്ന്. അപ്പം പിന്നെ കരിയാപ്പിലയും ഇങ്ങനെ എടുക്കുകയാണ്. എന്തോ വേണമല്ലേ, ആവശ്യത്തിന് നമ്മൾ നട്ട് വെച്ചുകൊണ്ടല്ലേ ആവശ്യത്തിന്. ഇപ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ നാളത്തെ അത് കഴിക്കാനാണ് ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. കൂമ്പ് തോന്നൊക്കെ വെച്ചാൽ
അങ്ങനെ പിന്നെ ഞാൻ പയറ് തോരനുള്ളതെല്ലാം ഇങ്ങനെ അരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെല്ലാം റെഡിയാക്കി പയറ് തോരനെല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഇവിടെ പയറ് തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പയറൊന്നും അങ്ങനെ ഉപയോഗിക്കത്തില്ല. ചില സമയത്തങ്ങ് എല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് മഴ നല്ല പ്രകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനോ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെയല്ലേ. പ്രകൃതി അല്ലെങ്കിലും എപ്പോഴും അങ്ങനെയല്ല, നമ്മളെ ഒന്ന് ദുഃഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഇതിനെല്ലാം ഒരു പരിധി വരെ കാരണക്കാർ നമ്മളുമാണ്. അതും എല്ലാവരും വെക്കുക.